ഹായ് ഗായ്സ്, പത്തമ്മമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ഹോസ്പിറ്റലാണ്. ദേവയാനിയുടെ സ്ഥിതി വീണ്ടും മോശമായിരിക്കുകയാണ് കേട്ടോ. ദേവയാനിയുടെ ഓർഗൻസിനെയൊക്കെ ബാധിച്ചെന്ന് ഡോക്ടർ പറയുകയാണ്. അങ്ങനെ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അപ്പോൾ നയനയാണ് ലിവർ കൊടുക്കുന്നത്. അതേസമയം നയന വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഡോക്ടർ പറയാണ് ആദർശിനോട് അമ്മയുടെ അവസ്ഥ വളരെ മോശമാണെന്ന് പറയാം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ബ്ലഡൊക്കെ മാറ്റി കഴിയുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണല്ലോ. അപ്പോൾ ഡോക്ടർ പറയാണ്, അങ്ങനെ ഞാൻ തീർത്ത് പറഞ്ഞിട്ടില്ലല്ലോ, ചിലപ്പോൾ ഓർഗൻസിനെയൊക്കെ ബാധിക്കാമെന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ലിവറിൻ്റെ ഫങ്ഷനെയൊക്കെ ബാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ പ്രശ്നമാവുമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് അന്വേഷിച്ചൊക്കെ. അപ്പോൾ ഡോക്ടർ പറയും കാലതാമസം ഉണ്ടാകാൻ പാടില്ല, അതിന് ചില നൂലാമാലകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് റിലേഷനിലുള്ള ആരെങ്കിലും ആണെങ്കിൽ കാര്യമൊക്കെ എളുപ്പം നടക്കുമെന്ന് പറയുമ്പം ആദർശ് പറയാണ്, നയനയുടെ ലിവർ എടുത്താലോ, നയനയുടെ ബ്ലഡ് ഗ്രൂപ്പുമായിട്ട് മാച്ചാണല്ലോ അമ്മയുടേത്. അപ്പോഴേക്കും ഡോക്ടർ പറയാണ് ഒരിക്കലും പറ്റില്ല, ആ കുട്ടിയുടെ ലിവർ എടുക്കാനേ പറ്റില്ല എന്ന് പറയാണ്. ആ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണ്, ബോഡി വളരെ വീക്കാണ്. അന്ന് ബ്ലഡ് എടുത്തപ്പോൾ തന്നെ ഞാൻ പേടിച്ചാണത് ചെയ്തത്, കാരണം ആ കുട്ടിയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അന്നത് ചെയ്തത്. പക്ഷേ അതിൻ്റേതായ ക്ഷീണം ആ കുട്ടിക്കുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട, വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചോളാൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ ആദർശ് അന്വേഷിക്കുകയാണ്, അനാമികയോടുമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നും ലഭിക്കാതെ വരികയും ആരും സമ്മതിക്കാതെയൊക്കെ വന്നു കഴിയുമ്പം ആദർശൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പം നയന തന്നെ പറയുകയാണ്, ആദർശേട്ടാ എൻ്റെ ലിവർ എടുത്തു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇപ്പം എനിക്ക് ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവും ഇല്ല, അതിപ്പോൾ ചെയ്തതുകൊണ്ട് എനിക്കൊന്നും ഉണ്ടാവില്ല ആദർശേട്ടാ, എൻ്റെ ആരോഗ്യത്തിന് എന്താ പ്രശ്നം, അന്നൊരു ക്ഷീണമൊക്കെ ഉണ്ടായി എന്നല്ലാതെ യാതൊരു കുഴപ്പമില്ല, ഞാൻ തന്നെ ഡോക്ടറോട് സംസാരിക്കാമെന്ന് പറയണം. അങ്ങനെ നയന നിർബന്ധപൂർവ്വം ഡോക്ടറെ പോയി കാണുവാണ്. എന്നിട്ട് പറയാണ്, ഡോക്ടറെ അമ്മയുടെ കണ്ടീഷൻ സീരിയസ് ആണല്ലോ, അപ്പോൾ പിന്നെ ഇനിയും നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതിലോ നോക്കിയിരിക്കുന്നതിലോ യാതൊരു അർത്ഥവുമില്ല, എൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല ഡോക്ടർ, അന്നത്തെ ആ ടെൻഷനും ഒക്കെ കാരണമാണ് അങ്ങനെ ബോഡി വീക്കായത്, ഇപ്പോൾ അതൊന്നുമില്ല, ഞാൻ നന്നായിട്ട് ആഹാരമൊക്കെ കഴിക്കാറുണ്ട്, അതുകൊണ്ട് തന്നെ എൻ്റെ ലിവർ എടുക്കുന്നതുകൊണ്ട് എനിക്കൊന്നും പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും കുട്ടി പറഞ്ഞാൽ ശരിയാവില്ല, കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നതെന്ന് പറയണം. അപ്പം നയന് സമ്മതിക്കില്ല, അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അങ്ങനെ സംഭവിക്കട്ടെ, എന്തായാലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അയ്യപ്പസ്വാമിയല്ലേ കൂടെയുള്ളത്, അതുകൊണ്ട് ഡോക്ടർ ഇത് ചെയ്യണം, ഇനിയും വെച്ചുകൊണ്ടിരുന്ന അമ്മയുടെ ജീവൻ ഒരു ആപത്തുണ്ടാവരുത്, ഇനിയിപ്പോൾ അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അമ്മയുടെ ജീവനൊന്നും സംഭവിക്കരുത്, അതാ വേണ്ടത്, അതുകൊണ്ട് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സമ്മതപത്രത്തിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നയനയുടെ നിർബന്ധത്തിന് വഴങ്ങി ആദർശും അതുപോലെ തന്നെ ഡോക്ടറും ഒക്കെ സമ്മതിക്കുകയാണ് കേട്ടോ. അങ്ങനെ നയനയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുകയാണ്. ഈ വിവരം അറിയുകയാണ് കേട്ടോ കനകത്തിനോട് നന്ദു ഈ വിവരം പറയുകയാണ്. ദേവയാനി വല്യമ്മയുടെ അവസ്ഥ വളരെ മോശമാണമ്മേ, അതുകൊണ്ട് തന്നെ നയനയെടുത്തി ലിവർ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും കനകം പറയണം, ലിവർ കൊടുക്കാനോ, നയനിയോ, ആ കുട്ടി എന്താ വിചാരിച്ചത്, അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ മോളെ എന്ന് ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അതമ്മേ ബ്ലഡ് തന്നെ ചേച്ചി കൊടുത്തപ്പോൾ ചേച്ചിയുടെ ശരീരം ഭയങ്കര വീക്കായിരുന്നു, അതുകൊണ്ട് ഡോക്ടർമാരൊക്കെ തടഞ്ഞതാണ്, ഇപ്പം ഇങ്ങനൊരു കാര്യം ചെയ്യരുതെന്ന് ഡോക്ടർമാരൊക്കെ ചേച്ചിയോട് പറഞ്ഞതാണ്, പക്ഷേ വല്യമ്മയുടെ ആരോഗ്യത്തിനൊന്നും സംഭവിക്കരുത്, ആയുസിനൊന്നും സംഭവിക്കരുതെന്നൊക്കെ പറഞ്ഞ് ചേച്ചി എടുത്ത് ചാടി ഇങ്ങനൊരു തീരുമാനം എടുത്തതാണ്, അത് തന്നെയല്ല വേറൊരു ലിവർ കിട്ടിയൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലും വല്യമ്മയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് ഡോക്ടർ പറഞ്ഞത്, അപ്പോൾ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല, വല്യമ്മയുടെ ജീവന് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് പറഞ്ഞാൽ ചേച്ചി ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്ന് പറയുമ്പോഴേക്കും കനകം പറയാണ്, അയ്യോ എൻ്റെ മോൾക്ക് ഒന്നും സംഭവിക്കരുതേ, അവളിങ്ങനെ ഒരു തീരുമാനം എടുത്തു, അവളുടെ മനസ്സ് അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് ആർക്കും ദ്രോഹം വരാൻ അവൾ ആഗ്രഹിക്കുന്നില്ലല്ലോ, നന്മ ചെയ്യാൻ മാത്രമാണ് അവൾ വിചാരിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ മോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തേ, എൻ്റെ ഭഗവാനെ അവൾക്കൊരാപത്തും വരുത്തരുതേ, മോളെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് കനകവും നന്ദുവും കൂടി ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എല്ലാവരും ഉണ്ട് കേട്ടോ, ആദർശം ഒക്കെ ഉണ്ട്, ആദർശം ഭയങ്കര വിഷമിച്ചാണ് നിൽക്കുന്നത്, അതേസമയം ലിവറൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവയാനിക്ക് നയനയുടെ ലിവർ എടുത്ത് വയ്ക്കുകയാണ്.
അപ്പം ലിവറിൻ്റെ പകുത്ത് നൽകിയിരിക്കുകയാണ്. അപ്പം ദേവയാനിക്ക് യാതൊരു പ്രശ്നവുമില്ല. ദേവയാനി അതിനുശേഷം നോർമലായി ഇന്ന് ഡോക്ടർ വന്ന് പറയുന്നുണ്ട്, പ്രശ്നമില്ല. അതുപോലെ ദേവയാനിക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്, മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി ഇതുപോലെ ICUവിലൊക്കെ കഴിയേണ്ടി വരും. അത് കഴിയുമ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുമ്പം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്. അപ്പോൾ ആദർശ് ഉടനെ തന്നെ ഡോക്ടറോട് ചോദിക്കണം, ഡോക്ടർ നയനിയുടെ കാര്യമോ, അവളുടെ കാര്യം ഇപ്പോൾ എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ കുട്ടിയുടെ ശരീരം വീക്കാണെന്ന്. ഒന്നും പറയാറായിട്ടില്ല, ഈ ബോധം വീണിട്ടില്ല, 24 മണിക്കൂർ സമയം എടുക്കും ആ കുട്ടിയുടെ കാര്യം എന്തെങ്കിലും പറയണമെങ്കിൽ എന്ന് പറയുമ്പോഴേക്കും ആദർശിന് ആകപ്പാടെ വിഷമമാവുകയാണ് കേട്ടോ. അപ്പോൾ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കനകവും നന്ദുവും ഒക്കെ. അപ്പോൾ കാണുമ്പോഴേ ആദർശ് വിഷമിച്ച് ICUവിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണുമ്പോഴേ നന്ദു ചോദിക്കുകയാണ്, ആദർശേട്ടാ എങ്ങനെയുണ്ട് നയനേച്ചിക്ക്? നയനേച്ചിക്ക് എല്ലാം ശരിയായില്ലേ? ഇനിയിപ്പോൾ നയനേച്ചി ഞങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കനകവും പറയുന്നുണ്ട്, അതേ മോനെ, അവളെ വിടുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയി നോക്കിക്കോളാം, ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ടുപോട്ടെ എന്ന് പറയുമ്പം ആദർശിനൊന്നും പറയാനില്ല കേട്ടോ. അതേസമയം ഡോക്ടർ പറഞ്ഞത് 24 മണിക്കൂർ സമയം വേണം, അതിനുള്ളിൽ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ, അവരോടൊന്നും ഒരു മറുപടിയും പറയാനില്ലാതെ. അതിനൊക്കെ ശേഷം വീണ്ടും ഡോക്ടർ ധൃതി വെച്ച് കയറി പോവാണ് കേട്ടോ. ICUവിലോട്ട് ഓടിപ്പോകുന്നതൊക്കെ കാണുവാണ് ആദർശ. കനകമൊക്കെ അവിടെ നിന്നിട്ട്. അപ്പോൾ ആദർശന് അകപ്പാടെ വിഷമമാവാണ്, എന്ത് പറ്റി നയനയ്ക്ക് എന്നുള്ള രീതിയിൽ ആദർശം ഇങ്ങനെ നിൽക്കുകയാണ്. നേഴ്സുമാരും ഡോക്ടർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിപ്പോകുന്നുണ്ട്. അതിനൊക്കെ ശേഷം ആദർശ് ഡോക്ടറോട് ചോദിക്കുകയാണ്, ഡോക്ടറെ എന്ത് പറ്റി നയനയ്ക്ക്? നയനയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? നയനയുടെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടാതെ ധൃതി വെച്ച് വീണ്ടും പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ വീണ്ടും ആദർശ് ഡോക്ടറിൻ്റെ റൂമിലേക്ക് ഓടിച്ചെന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് പറ്റി നയനയ്ക്ക്? നയനയുടെ കാര്യം എന്തായി? പറ ഡോക്ടറെ, ഇങ്ങനെ ഞങ്ങളെ വിഷമിപ്പിക്കരുതെന്ന് പറയുമ്പം ഡോക്ടർ പറയാണ്, ഞാൻ അപ്പോഴേ തന്നോട് പറഞ്ഞല്ലേ, ആ കുട്ടിയുടെ നിർബന്ധം കൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. എനിക്കിത് പറയാൻ വളരെ ബുദ്ധിമുട്ടുണ്ട് ആദർശേ. ആ കുട്ടിയാണെങ്കിൽ വളരെ ചെറിയ പ്രായമാണ്, ഇപ്പോഴേ ഇതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുക, നയനയ്ക്ക് എന്തെങ്കിലും പറ്റി? ഇനിയിപ്പോൾ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു എന്ന് പറയുമ്പം ആദർശ് വീണ്ടും ചോദിക്കുക, എന്ത് പറ്റിയെന്നാണ് പറയുന്നത് ഡോക്ടറെ? നയന ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്, നമ്മളെല്ലാം വിട്ട് നയന പോയിരിക്കുകയാണ് എന്ന് പറയുകയാണ് കേട്ടോ ഡോക്ടർ. അപ്പോൾ ആദർശ് അങ്ങ് സ്തപ്പിച്ച പോലെ ആവുകയാണ്. ആദർശിന് പിന്നെ ഒന്നും പറയാനില്ല. ആദർശ് കുറേ നേരം ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ നിൽക്കുക. അതിനുശേഷം ICUവിലോട്ട് ഓടിക്കയറുകയാണ്. ഓടിക്കയറി ആ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് നയനെ കെട്ടിപ്പിടിച്ച് വരിക. എന്നിട്ട് വിളിക്കുകയാണ് കേട്ടോ, നയനെ നയനെ നയനെ, നീ എന്താ ചെയ്തത്? നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ, അപ്പോൾ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്ത് വേണേലും നീ ചെയ്യാമെന്ന് നീ പറഞ്ഞില്ലേ, നീ മരിച്ചാലും കുഴപ്പമില്ലെന്ന് നീ പറഞ്ഞില്ലേ, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആയില്ലേ, നിനക്ക് എന്നെ വിട്ട് പോകാൻ പറ്റുമോ നയനെ? ഇല്ല, നയനെ മരിച്ചിട്ടില്ല, നയനയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. കനകവും നന്ദുവും എല്ലാം കരയാണ്. കനകം പറയാം, മോളെ നീ പോയോ, എങ്ങനെ ഞാനിത് സഹിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വാവിട്ട് കരയാണ് കേട്ടോ, മുത്തശ്ശനും മുത്തശ്ശി. അപ്പോൾ ആദർശാണെങ്കിൽ ഭ്രാന്തനെ പോലെ അലയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആ റൂമിലൂടെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും എല്ലാം എടുത്ത് എറിയുകയും ഒക്കെ ചെയ്യാൻ, അതിനെ വന്ന് കെട്ടിപ്പിടിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ബോഡി അവിടെ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ സെക്യൂരിറ്റിയും നഴ്സുമാരും ഒക്കെ വരുമ്പം ആരെക്കൊണ്ടും നയനയെ തൊടിയിക്കുന്നില്ല. നയനയുടെ ബോഡിയെല്ലാം ആദർശ് കോരി എടുക്കുകയാണ്. കോരി അടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആരും നയനയുടെ അടുത്തേക്ക് വരണ്ട, ഇവക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞാനിവളെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്, നിങ്ങൾ എന്താണ് നോക്കുന്നത്? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ആദർശേ നമ്മൾ സംഭവിച്ചൊക്കെ അംഗീകരിക്കണം, ഇനി ബോഡി മാറ്റേണ്ടതായിട്ടുണ്ട്, അതുകൊണ്ട് ആദർശ് അവിടെ കിടത്തു എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ കിടത്തില്ല, ഞാൻ നയനെ ആർക്കും വിട്ടു തരില്ല, നയനെ എന്നെ വിട്ട് പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് അവിടെ കിടന്നൊരു ഭ്രാന്തനെ പോലെ അങ്ങ് ബഹളം വയ്ക്കുകയാണ് കേട്ടോ. അതിനുശേഷം നയനെ കോരിയെടുക്കുകയാണ്. അപ്പോൾ സെക്യൂരിറ്റിമാരും എല്ലാവരും തടയാനായിട്ട് വരുന്നുണ്ട്. ആദർശ് പക്ഷേ അവരെ എല്ലാം തള്ളിയിട്ട് നയനെ കോരിയെടുത്ത് വെളിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എടുത്തുകൊണ്ട് ഓടുകയാണ്. ഓടുന്ന വഴിയത്ത് ആദർശ് വീഴുകയാണ് നയനയുടെ ബോഡിയുമായിട്ട്. വീഴുമ്പോഴേക്കും ആദർശ് പിന്നെയും അവിടെ ഇരുന്നിട്ട് വിളിക്കുകയാണ്, നയനെ നയനെ. അപ്പോൾ എല്ലാവരും പുറകെ ചെല്ലുകയാണ്. ആദർശ് എന്താ ഈ കാണിക്കുന്നത്, ഇങ്ങനെ ഭ്രാന്തനെ പോലെ പെരുമാറാതെ നമ്മൾ ഈ സത്യം അംഗീകരിക്കണം എന്നൊക്കെ പറയുകയാണ്. പക്ഷേ ആദർശ് അതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. ആദർശ് നയനെ നീ എന്നെ വിട്ടു പോയോ എന്നൊക്കെ ചോദിച്ചങ്ങ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ആ സമയത്ത് ആദർശിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഉരുണ്ട് വീണ് നയനയുടെ മുഖത്തേക്ക് വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ വീണിട്ട് ആദർശ് വീണ്ടും വീണ്ടും വിളിക്കുകയാണ്, അയ്യപ്പസ്വാമി എൻ്റെ നയനെ എന്നെ വിട്ടുപോയോ, ഞാൻ നയനെ വ്രതം എടുത്തില്ലേ, അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചില്ലേ, എന്നിട്ട് നീ ഇപ്പോൾ എൻ്റെ നയനെ ഇനി നിന്ന് അകറ്റുവാണോ ഭഗവാനെ എന്നൊക്കെ ചോദിച്ച് ആദർശ് കരയുമ്പോഴേക്കും നയനെ കണ്ണ് തുറക്കുകയാണ് കേട്ടോ. ഈ കണ്ണുനീർത്തുള്ളി വീഴുമ്പോഴേക്കും നയനെ കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാം ഞെട്ടിപ്പോവാണ്. അപ്പോൾ ആദർശ് പറയാണ്, ദേ എൻ്റെ നയനെ തിരിച്ചു വന്നു,
വന്നു. എൻ്റെ നയനയ്ക്കൊന്നും പറ്റിയില്ല, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നയനയ്ക്കൊന്നും പറ്റിയില്ല എന്ന്. നിങ്ങളെല്ലാവരും പറഞ്ഞു നയന മരിച്ചെന്ന്. അങ്ങനെയൊന്നും നയനയ്ക്ക് എന്നെ വിട്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർമാരെല്ലാം അത്ഭുതത്തോടെ വന്ന് എടുത്ത് നയനെ വീണ്ടും ICUവിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴേക്കും നയനയുടെ ഹാർട്ട് ബീറ്റും ഓക്സിജൻ ലെവലും എല്ലാം നോർമൽ ആയിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇതൊരു ഭയങ്കര അത്ഭുതം തന്നെയാണ്, മരിച്ചത് നമ്മൾ എഴുതി തള്ളിയതാണ്. പല കേസുകളും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അത്യപൂർവമായിട്ട് തന്നെ മരിച്ചവർ തിരിച്ചെത്തിയ കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെയാണിത്. മരണം സ്ഥിരീകരിച്ചതാണ് നയനയുടെ. പക്ഷേ ആദർശിൻ്റെ സ്നേഹവും പ്രാർത്ഥനയും എല്ലാം കാരണം അത് തിരിച്ചെത്തിയിരിക്കുക. ഇതൊരു മിറാക്കിൾ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നതെന്നൊക്കെ ഡോക്ടർമാർ പറയാണ്. അവിടെ എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അതേസമയം നമ്മുടെ അനാമികയ്ക്കും ജലജയ്ക്കും ജാനകിക്കും അതുപോലെ രേവതിക്കും ഒക്കെ അങ്ങ് മരിച്ചല്ലോ എന്നോർത്ത് സന്തോഷിച്ചവർ അവരങ്ങ് ജീവിച്ചെന്നറിഞ്ഞപ്പം വിഷമിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്